അടിപൊളി സ്ഥലമല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പം അതുപോലെ തന്നെയാണ്, നല്ല പച്ചപ്പുള്ള നല്ല സ്ഥലങ്ങളാണ് കർണാടകയിൽ പിന്നെ ഞാൻ ധാരാളം പോയിട്ടുണ്ട്. പിന്നെ അടിപൊളി സ്ഥലം, ഏകദേശം അതിൻ്റെ അടുത്തോളം എത്താനായി. ഇപ്പം അവിടെ എത്തും കേട്ടോ. നമുക്ക് അവിടെ ഏകദേശം കുശാൽ നഗറിൽ നമ്മൾ ഒറിജിനായിട്ട് ചോദിക്കുന്നത് എന്താ ഒരു പ്രത്യേകത അറിയാം. ശില്പികളെ സമ്മതിക്കണം കേട്ടോ. നോക്കട്ടെ, ആദിവാസികളെ ഒരു ചെറിയ ഒരു ഒരു എന്താ പറയുക, ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കുറേ പെട്ടെന്ന് കാണുമ്പോൾ ഒറിജിനായിട്ട് തന്നെ തോന്നിക്കുന്നത്. നോക്കിയ നിങ്ങൾ ഓരോ പ്രതിമയും നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ സെയിം അടിപൊളി സൂപ്പറാണ് കേട്ടോ. അതിലൂടെ നായ അടക്കം അവർ വരച്ചുണ്ടാക്കിയ എന്നാ സൂപ്പർ പറയാം. അവർക്കൊക്കെ വസ്ത്രങ്ങളടക്കം ആ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ ഓരോ ശൈലിയാണ്. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, കുറേ ആൾക്കാരെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കാണാം. നോക്കി നമ്മളിപ്പോൾ ഈ രാജസ്ഥാൻ അങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് സാരിയൊക്കെ ഉടുക്കുക. അവിടെയുള്ള ആൾക്കാർ നല്ല ചുറ്റും നല്ല പുഴകളുണ്ട് കേട്ടോ, നല്ല കണ്ണീർ തടാകം പോലത്തെ ശരി തടാകം തന്നെയാണ്. ഒഴുക്ക് ഉണ്ട്, ഒഴുക്കിൽ ഉള്ള പുഴ തന്നെയാണ്. ഇതിലേ കൂടി കുറേ കുട്ടികൾ മറ്റേ ഡ്രോപ്പിൻ്റെ മുകളിൽ കൂടി കയറി നടന്നു പോകുന്നുണ്ടോ? അങ്ങനെ നടന്നു പോകാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ കയറിയൊക്കെ എൻട്രിയിൽ പാസ് ഉണ്ട് കേട്ടോ, പൈസ വേണം, ഫ്രീ ഒന്നല്ല. അപ്പോൾ അങ്ങനെയാണ് അത്. പട്ടാളക്കാരെ ഒരു ഇതുപോലെയാണെന്നാണ് പറയപ്പെടുന്നത്. പുഴണ്ടാ നല്ല ഒഴുക്കില്ലേ, നല്ല അടിപൊളിയല്ലേ, അതാ പറഞ്ഞത്. കുറേ ആൾക്കാർ ഇങ്ങനെ വഴുക്കുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഇതിനുള്ളിൽ ഇങ്ങനെ എത്ര ജനങ്ങൾ പറയാം ഇതിനുള്ളിൽ. ഇതിന് മുകളിൽ കയറി നോക്കുമ്പോഴേ മനസ്സിലാവും ഒരുപാട് ജനങ്ങളുണ്ട്. ഇവിടെ കണ്ട മാനിനെ കണ്ടെങ്കിൽ മാനുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇവിടെ വളർത്തുന്നതാന്നേ, അല്ലാണ്ട് ഇവിടെ വന്നിട്ട് തീറ്റ തിന്നാൻ പണ്ട് വന്നൊന്നുമല്ല. ഇതിലൊക്കെ കണ്ട കുറേ പ്രതിമകളും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ വേറെ ഒരു രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ട് ഉള്ള ഒരു രൂപത്തിലാണ്. നല്ല സൂപ്പർ. പക്ഷേ ഇത് തൊടാൻ കഴിയില്ല കേട്ടോ, കുറേ ദൂരം നമുക്ക് കാണാമെന്നല്ലാതെ പറയുന്നില്ല. ഇത് ഇവിടുത്തെ കർണാടക ഫോറസ്റ്റിൻ്റെ കീഴിൽ അങ്ങനത്തെ തോന്നുന്നു വരുന്നത്. നല്ല സൂപ്പറായി. നമുക്ക് ഏകദേശം അതിൻ്റെ അടുത്തോളം ഇങ്ങനെ ഇത്രയും പേര് പോയി കാണാനേ ഉള്ളൂ. അങ്ങോട്ട് കൂടുതൽ അങ്ങ് അടുത്തിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ഒരു വഴിയിലേക്ക് ഇങ്ങനെ സഞ്ചരിക്കാനേ പെർമിഷൻ ഉണ്ട്. ഇത് പുഴേൻ്റെ വേറൊരു ഭാഗമാണ്. എല്ലാ പുഴ തന്നെയാണ്, വലിയ ഒഴുക്കുള്ള പുഴയാണ്. ധാരാളം സ്കൂൾ കുട്ടികളും ആൾക്കാരും കാര്യങ്ങളും ഫാമിലി ലവേഴ്സും കാര്യങ്ങളെല്ലാം ഇഷ്ടംപോലെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം വന്നിട്ടുള്ളത് കാണാം. നിങ്ങൾക്ക് നഷ്ടം വരില്ല കേട്ടോ. മാനിനെ കണ്ടെങ്കിൽ നമ്മളെ ഒരു വേലിക്കെട്ടിൻ്റെ ഇപ്പുറമാണുള്ളത്, മാന് വേലിൻ്റെ അപ്പുറമാണുള്ളത്. കണ്ടില്ലേ, 2-3 മാനുണ്ട്. മറ്റുള്ള മൃഗങ്ങൾ ഉണ്ടായിരിക്കും.
വെറൈറ്റി മുളകളുണ്ട് കേട്ടോ. ഞാൻ വയനാട്ടിൽ പോയപ്പോൾ വയനാട്ടിൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് മുള അതിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. വേറെയും മുളയുണ്ട്, പല ടൈപ്പ്, കുറേ ടൈപ്പ് മുളകളുണ്ടെന്നാണ് പറയുന്നത്. മുളപ്പായസം കഴിച്ചിട്ടുണ്ടോ? അങ്ങ് വയനാട്ടിൽ പോകുമ്പോൾ വഴിക്ക് മുളപ്പായസം വെക്കും. മുളപ്പായസം ഇവിടെ എന്തൊക്കെ കുട്ടികൾ കളിക്കുന്ന പാർക്കും കാര്യങ്ങളും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് എണിയിലേക്ക്. ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ടേക്ക് മടങ്ങിയാണ്. പേടിയാൻ പറ്റുന്നതാണ്. മാഡം പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഉള്ളതെന്നുള്ളത് റൂട്ട് മാപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനുള്ളിൽ എന്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, ഇടയിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സ്കെച്ചാണ് അവിടെ കാണുന്നത് കേട്ടോ. കുഷാൽ നഗർ തന്നെ ഇത് വരിക. എന്താ കമ്പനിയിലെല്ലാം ബണ്ണം നോക്കട്ടെ. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ബാക്കിയുള്ളത് വേഗം കണ്ടുവരാം. ഞാൻ ഈ വർത്തമാനം പറഞ്ഞില്ല. നിങ്ങളെ കാഴ്ചകൾ കണ്ണിന് കുളിർമയുണ്ടാവട്ടെ, നിങ്ങൾക്ക് ആനന്ദം കിട്ടട്ടെ. തീർച്ചയായും ഭഗവാൻ നിങ്ങൾ നല്ല വഴികളും നല്ല മാർഗം കാണിച്ചിട്ട് ഇതുപോലെ കാഴ്ചകൾ കാണിച്ചു തരാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ബോട്ട് സർവീസ് അല്ല. അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മളങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാ പാർക്കിൻ്റെ പേര് ഇവിടെ, ഇതാണ് പാർക്കിൻ്റെ പേര്. നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് വിശേഷമായിട്ട് പിന്നീട് സംസാരിക്കാം. ഇവിടെ തിരക്കാന്ന്. നല്ല നമസ്കാരം. കാഴ്ചകൾ കണ്ട് വേഗം വരും. നമുക്ക് ഇനിയും പുതിയ കാഴ്ചകളുമായി വേഗം വരാം. നല്ല നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം.